നമസ്കാരം. ദ വേൾഡ് ഈസ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. നമ്മുടെ വിരൽത്തുമ്പിലാണ് ലോകം എന്നാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ടു മീറ്റ് ദിസ് ടെക്നോളജി അഡ്വാൻസ്മെന്റ്സ് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സും ഓഫർ ചെയ്യുന്നത്. 14 ലക്ഷത്തോളമാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് സ്റ്റഡീസിന് ഒരു വർഷത്തിൽ കുട്ടികൾ എൻറോൾ ചെയ്യുന്നത്. അതിൽ തന്നെ ഗുഡ് പെർസെൻറ്റേജ് ഈസ് ഓൺ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. അതുകൊണ്ട് തന്നെയാണ് മുൻ വർഷങ്ങളിലെ പോലെ ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസിന് ഡിമാൻഡ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം പ്രസക്തമായ ചോദ്യങ്ങളായിട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചു വരുന്നത്. ഇത്തരം എല്ലാ കൺഫ്യൂഷൻസിനെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ഫൈൻ. നമുക്കറിയാവുന്നതുപോലെ ലോകം ഒരു ടെക്നോളജി റെവല്യൂഷനിലൂടെ, ഇൻഫാക്ട് എക്സ്പ്ലോസീവ് ടെക്നോളജി റെവല്യൂഷനിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് തുടങ്ങി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസസ് എന്ന് വേണ്ട ഡിഫറെന്റ് മേഖലകൾ നമുക്കിപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ദീസ് ഡൊമൈൻസ് നീഡ് എംപ്ലോയീസ് വിത്ത് സ്പെസിഫിക് സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടൈസ്. ഇങ്ങനെയാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ചില കൺഫ്യൂഷൻ, ചില മിത്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രധാനമായും കണ്ടുവരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഫോർ സോഫ്റ്റ്വെയർ ജോബ്സ് ഓൺലി. എന്നാൽ അങ്ങനെയല്ല. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഡിഫറെന്റ് ഡൊമൈൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് അനാലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഗെയിം ഡെവലപ്മെന്റ്, കമ്പ്യൂട്ടർ വിഷൻ, UI ആൻഡ് UX ഡിസൈൻ തുടങ്ങിയ സ്പെഷ്യലൈസേഷൻ ഒപ്പം തന്നെയാണ് ഫിനാൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് തമ്മിലുള്ള കോമ്പിനേഷൻ. ഫിൻടെക്കിൽ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജി പ്ലസ് കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന ബയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ മേഖലകളുണ്ട്. ഡിസൈൻസ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വരുന്ന കോമ്പിനേഷനാണ് കമ്പ്യൂട്ടർ ഹ്യൂമൻ ഇന്ററാക്ഷൻ, UX ഡിസൈൻ ഒക്കെ വരുന്ന മേഖലകളുണ്ട്. ഇനി ഓൺടർപ്രണർഷിപ്പ് ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് കോമ്പിനേഷനിൽ നമ്മുടെ മുന്നിലുള്ള സ്റ്റാൾവാർട്സ് ആണ് സത്യ നടേല, സുന്ദർ പിച്ചൈ തുടങ്ങിയവരൊക്കെ. നമ്മൾ ഇത്രയും പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസിൽ സോഫ്റ്റ്വെയർ സ്പെസിഫിക് ജോബ്സ് അല്ലാതെ എത്രയോ ഏരിയാസ് ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ബിടെക് പഠനകാലത്ത് തന്നെയോ അല്ലെങ്കിൽ ഉപരിപഠന സമയത്ത് MTech MS ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് എക്സ്പെർട്ടൈസ് കരസ്ഥമാക്കുകയും അതാത് ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനും സാധിക്കുന്ന ഒരു ഒന്നാന്തരം ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇപ്പോൾ വരുന്ന ചോദ്യം, സർ പറഞ്ഞു വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടും എന്നാണോ? അങ്ങനെയല്ല. അനുയോജ്യമായ നമുക്കിഷ്ടമുള്ള മേഖലയിൽ പഠനകാലത്ത് തന്നെ അഡീഷണൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് അതിനോടൊരു ഇൻഡസ്ട്രി റെഡി അല്ലെങ്കിൽ ജോബ് റെഡി ആയി മാറുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്ലേസ്മെന്റ് കിട്ടുന്നത്. ശരിയായ ആഡ് ഓൺ കോഴ്സുകൾ, ഇന്റേൺഷിപ്പുകൾ, പ്രോജക്റ്റുകളൊക്കെ പഠനകാലത്ത് തന്നെ ചെയ്താൽ ജോലി ഉറപ്പായിരിക്കും എന്നർത്ഥം. എന്നിരുന്നാലും കമ്പ്യൂട്ടർ സയൻസിന്റെ ജോലി സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആസ് എ ബ്രാഞ്ച്, ആസ് എ ഡിസിപ്ലിൻ. ഇത് ആസ് എ പേഴ്സൺ ഡസ് ഇറ്റ് സ്യൂട്ട്സ് യു. ഈ ആസ്പെക്ട് കൂടി നോക്കിയിട്ട് വേണം കമ്പ്യൂട്ടർ സയൻസ് സ്റ്റഡീസ് തിരഞ്ഞെടുക്കാൻ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ഓൾവേസ് ആക്റ്റീവ്, വാണ്ട് ടു അസംബിൾ, ഡിസസംബിൾ തിങ്സ്, എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ അത് അഴിച്ചുപണിയാനുള്ള താല്പര്യമുള്ളയാൾ, ആൻഡ് സംടൈംസ് സ്ലൈറ്റ്ലി റെസ്റ്റ്ലെസ്, നോട്ട് ഇൻട്രസ്റ്റഡ് ടു സിറ്റ് സംവെയർ ആൻഡ് വർക്ക് ഫോർ ലോങ് ടൈം, ഫോക്കസ് ഫോർ ലോങ് ടൈം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല സാധ്യത എന്ന് മനസ്സിലാക്കുക. ഓൺ ദി അതർ സൈഡ്, ഇഫ് യുവർ പേഴ്സണാലിറ്റി ലവ്സ് ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിംഗ്, ഇതൊക്കെ ഇൻട്രസ്റ്റ് ആണ് എങ്കിൽ, ഇഫ് യുവർ പേഴ്സണാലിറ്റി ഹാവ് ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സ്ട്രക്ചേർഡ് തിങ്കിങ്, ലോട്ട് ഓഫ് പേഷ്യൻസ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ബ്രാഞ്ച് ആയിരിക്കും. ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈസ് ആൻ എക്സലന്റ് ബ്രാഞ്ച് ടു ചൂസ് ദിസ് ടൈം. ഇൻ എ നട്ട്ഷെൽ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈസ് നോട്ട് ജസ്റ്റ് എ ബ്രാഞ്ച്, ഇറ്റ്സ് എ ലോഞ്ച് പാഡ് ഫോർ ദോസ് ഹു ആർ റിയലി റെഡി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ചോ മറ്റ് ബ്രാഞ്ചുകളെ കുറിച്ചോ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. നിങ്ങൾക്ക് നന്നായി പഠിക്കുന്നതിനും അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.